വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ചിക്കന്റെ ലെഗ് പീസിന്റെ മോഡലിൽ ഒരു ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ പോവാണ്, ചിക്കൻ ഇല്ലാതെ തന്നെ. ഇത് ഞാനൊരു ടിക്ടോക്കിൽ കണ്ടൊരു വീഡിയോ ആണ്. വളരെ ടേസ്റ്റി ആണ് ഇത് കഴിക്കാനായിട്ട്. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദമാവ്, അതുപോലെ തന്നെ ഉപ്പ്, എണ്ണ ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനെ ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പൊട്ടറ്റോ നീളത്തിന് കട്ട് ചെയ്ത് ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഡീപ്പായിട്ട് നല്ല മുരിഞ്ഞു വരുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം ഒന്ന് കോരി മാറ്റാണ്. നല്ല മുരിഞ്ഞു വന്നതിന് ശേഷം കോരി മാറ്റുക, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോവും. അപ്പം എല്ലാം തന്നെ നമുക്കിതുപോലെ ഒന്ന് കോരി മാറ്റാം. അപ്പം ഞാൻ മാവ് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ദേ ഈ ഒരു വലുപ്പത്തിനായിരിക്കണം പരത്തി എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ചപ്പാത്തിയുടെ പരുവത്തിനൊന്നും പരത്തി എടുക്കണ്ട, ഒരുപാട് തിന്നായിട്ട് പരത്തി എടുക്കണ്ട. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നത് 1 ക്യാരറ്റ്, 1 ക്യാബേജ്, തക്കാളി, സവാള, ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ്. ഹോം മെയ്ഡായിട്ട് ഞാൻ തയ്യാറാക്കി എടുത്തു വെച്ച മയോണൈസ് ആണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എഗ്ഗ് ഇല്ലാതെ നമുക്ക് മയോണൈസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളത്. അപ്പോൾ ഇത് ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുത്ത മയോണൈസ് ആണ്. ഇത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസിലൊന്നും ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എന്ത് തരം ഫില്ലിംഗ് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഷവർമയുടെ ഫില്ലിംഗ് ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് കഴിക്കുമ്പോൾ ഒരു ചിക്കൻ്റെ ഒരു ഫീല് തോന്നും. ഇനി ഈ നടുഭാഗത്തായിട്ട് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ പൊട്ടറ്റോ വെക്കാനുള്ളത് കുത്തനെയാണ്. നമുക്കിതിൻ്റെ നടുക്കായിട്ട് കുത്തനെയാണ് വെച്ച് കൊടുക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ കാണിക്കുന്ന രീതിയിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ചിക്കൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാ സൈഡും ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നടുക്ക് ഭാഗത്തായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനി പൊട്ടറ്റോ എടുത്തതിന് ശേഷം അത് കുത്തനെയായിട്ട് നടുക്ക് വെച്ച് കൊടുക്കുക. 2 ആണെങ്കിലും വെച്ച് കൊടുത്തതെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതുപോലെ ഒന്ന് എല്ലാ ഭാഗവും ഒട്ടിച്ച് ആ ചിക്കൻ്റെ ഷേപ്പിലാക്കി, ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ എല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ ആ ഒരു മോഡലിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയിലേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് മുക്കിയെടുക്കാം. മുട്ടയിലേക്ക് മുക്കുമ്പോൾ ഒരുപാട് നേരം ഇടരുത്, കാരണം മൈദമാവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇളകി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇടുക, പെട്ടെന്ന് അങ്ങ് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് മുക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് വേണം വെച്ച് കൊടുക്കാം. പക്ഷേ ഷവർമ ഫില്ലിംഗ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്, നല്ല ടേസ്റ്റ് തോന്നുന്നത്. എനിക്ക് ഉണ്ടാക്കിയിട്ട് തോന്നിയത്, ഞാൻ 2 തരം ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഒരു കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരുപാട് കൂട്ടിയിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ 2 സൈഡും മൊരിയുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 2 സൈഡും മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റാവുന്നതാണ്. കുട്ടികളെ പറ്റിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആണ്. ചിക്കൻ്റെ ലെഗ് പീസ് എന്ന് പറഞ്ഞൊക്കെ കൊടുത്ത് പറ്റിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കുഞ്ഞു ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്കിനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.